ലഹരി പിടികൂടുന്നതിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ല എന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ശക്തമായ നടപടി തുടരും. ലഹരിവേട്ടയിൽ രാഷ്ട്രീയം കാണുന്നത് ശരിയല്ല എന്നും മന്ത്രി പറഞ്ഞു. ചിലരുടെ താല്പര്യം ലഹരി ഇല്ലാതാക്കലാണോ SFI ഇല്ലാതാക്കലാണോ എന്ന് തോന്നിപ്പോകും. നമ്മൾ ഇതിലെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ LDF ആയാലും UDF ആയാലും ഇതിനെതിരെ നിലപാട് സ്വീകരിക്കേണ്ടവരാണ്. അതിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും ഇതിനെതിരെ നിലപാട് സ്വീകരിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക മുന്നണിക്ക് ലഹരി ആകെ ഇവിടെ വ്യാപകമാവണം എന്ന് ആഗ്രഹമില്ല. യുവജന വിദ്യാർത്ഥി സംഘടനകൾ എടുത്ത് പരിശോധിച്ചാലും യുവജന വിദ്യാർത്ഥി സംഘടനകളും വളരെ നല്ല നിലയിൽ ഇതിനെതിരെയുള്ള ക്യാമ്പയിൻ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് SFI പോലൊരു വിദ്യാർത്ഥി സംഘടന. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ കേസിൽ 2 പൂർവ്വ വിദ്യാർത്ഥികൾ കസ്റ്റഡിയിൽ. ആഷിഖ്, ഷാരിഖ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. ഓഫർ അടിസ്ഥാനത്തിലാണ് ഹോസ്റ്റലിൽ കഞ്ചാവ് വിറ്റത് എന്നും പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. മുൻകൂറായി പണം നൽകുന്നവർക്ക് വില കുറച്ച് കഞ്ചാവ് നൽകിയിരുന്നുവെന്നാണ് മൊഴി. നവമി ദിനേശ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നവമി, അതായത് ഈ കഞ്ചാവ് ഇവർ തന്നെയാണ് എത്തിച്ചത് എന്നതിൽ വ്യക്തത കൈവരികയാണോ? ഇവർ തന്നെ എങ്ങനെയാണ് വിൽപ്പന നടത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണോ ഇപ്പോൾ പോലീസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അഭിലാഷ്, ഈ മൊഴി ആ കോളേജിലെ തന്നെ വിദ്യാർത്ഥികൾ നൽകിയ മൊഴിയാണ്. എന്തായാലും ഈ കസ്റ്റഡിയിലുള്ള 2 പേരെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. വിദ്യാർത്ഥികൾ പറയുന്നത് പ്രകാരം ഈ കഞ്ചാവ് ഓഫറിലാണ് വിൽപ്പന നടത്തുന്നത്. അതായത് മുൻകൂറായി പണം അടച്ചാൽ 500 രൂപയുടെ കഞ്ചാവ് 300 രൂപയ്ക്ക് നൽകും. അങ്ങനെയാണ് ഇവർ കോളേജുകളിൽ കഞ്ചാവ് വിറ്റിരുന്നതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. കാരണം ഈ പ്രിൻസിപ്പലിന്റെ കത്തിലടക്കം, DCPക്ക് അയച്ച കത്തിലടക്കം കോളേജിൽ കഞ്ചാവിനായി പണപ്പിരിവ് നടത്തിയെന്ന് വ്യക്തമാകുന്നുണ്ട്. ഈ ഒരു അടിസ്ഥാനത്തിലാണ് പോലീസ് കഴിഞ്ഞ ദിവസവും അറസ്റ്റ് ചെയ്തവരെയും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചവരിൽ നിന്നൊക്കെ വിശദമായ വിവരങ്ങൾ തേടിയതിനൊടുവിലാണ് ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. അതായത് 500 രൂപയ്ക്ക് കഞ്ചാവ് മേടിച്ചാൽ അത് മുൻകൂറായി പണം നൽകിയാൽ 300 രൂപയ്ക്ക് ലഭിക്കും എന്നൊരു ഓഫറാണ് ഇവർ നൽകുന്നതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ആഷിഖിനെയും ഷാരിഖിനെയും വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവരെ പുറത്തേക്ക് ഇറക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇരുവരുമാണ് കോളേജിൽ കഞ്ചാവ് എത്തിച്ചതെന്ന് പോലീസിന് കൃത്യമായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അന്വേഷണത്തിലാണ് ഇരുവരെയും പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. മറ്റു കുട്ടികൾ, അതായത് ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന ആകാശ് അടക്കം ആഷിഖിൽ നിന്നാണ് കഞ്ചാവ് മേടിച്ചതെന്ന് മൊഴി നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ ആഷിഖിന് പണം നൽകുന്നതിന് വേണ്ടി ആഷിഖിന് പണം നൽകുന്നതിന് വേണ്ടി ആകാശാണ് ഈ കുട്ടികളിൽ നിന്ന് പണം പിരിക്കുന്നത്. ഒപ്പം ഈ ഷാരിഖിന്റെ പങ്ക് അതിലെന്താണെന്ന് കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ചോദ്യം ചെയ്യലുകളാണ് ഇപ്പോൾ നടക്കുന്നത്. പോലീസ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത മണിക്കൂറിൽ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും. എന്തായാലും ഇപ്പോൾ ഓരോ നിമിഷവും കഴിയും തോറും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിലാണ് ഈ ഓഫർ നൽകിക്കൊണ്ടാണ് ഇവർ കഞ്ചാവ് നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതാദ്യത്തെ സംഭവമല്ല. ഇതിനു മുൻപും ഇവർ ഇത്തരത്തിൽ കഞ്ചാവ് വിൽപ്പന കോളേജുകൾ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് പോളിടെക്നിക് കോളേജ് കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുണ്ട് എന്നതാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. പ്രിൻസിപ്പലിനും കൃത്യമായി ഇതിന്റെ ഒരു വിവരം ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹോളി ആഘോഷത്തിൽ, അതായത് ഇന്നലെ നടക്കേണ്ട ഹോളി ആഘോഷത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ കഞ്ചാവ് എത്തിച്ചതെന്ന് പ്രിൻസിപ്പലിന് നേരത്തെ തന്നെ വ്യക്തമായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് 12-ാം തീയതി DCPക്ക് പരാതി നൽകുകയും 13-ാം തീയതി രാത്രി DCPയുടെ പോലീസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഹോസ്റ്റലിലേക്ക് എത്തി അവിടെ റെയ്ഡ് നടത്തി ഇവരെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആകാശിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്യും. ആകാശിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടിയിരിക്കുന്നു. ഈ പിടിച്ചെടുത്ത പണം അത് ആഷിഖിന് നൽകിയെങ്കിൽ ആഷിഖ് ഇത് ആർക്കാണ് നൽകുന്നത്? ആഷിഖ് ആരിൽ നിന്നാണ് കഞ്ചാവ് വാങ്ങുന്നത്? മറ്റ് കോളേജുകളിലും ഇത് കൊടുക്കുന്നുണ്ടോ? ആഷിഖ് ലഹരി ഉപയോഗിക്കുന്നുണ്ടോ? ഈ കണ്ണികയിൽ ആരൊക്കെയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് ലഭ്യമാകേണ്ടത്. തീർച്ചയായും നവമി സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ കണ്ണിയിൽ ആരൊക്കെയുണ്ട്, എവിടെയാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം, കേരളത്തിലേക്ക് ആരാണ് ഈ കഞ്ചാവ് എത്തിക്കുന്നത്, എങ്ങനെയാണ് ഇവർ, അതായത് ഈ പൂർവ്വ വിദ്യാർത്ഥികളടക്കം ഇതിന്റെ ഭാഗമാകുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം നവമി, ഈ ലഹരി വേട്ട അല്ലെങ്കിൽ കഞ്ചാവ് വേട്ട
ഈ പോളിടെക്നിക്കിൽ നടക്കാൻ കാരണമായിട്ടുള്ളത് അവിടുത്തെ പ്രിൻസിപ്പലിൻ്റെ ഇടപെടൽ എന്ന വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ടല്ലോ. വളരെ കൃത്യമായി ഹോളി ആഘോഷത്തിൻ്റെ ഭാഗമായി കഞ്ചാവ് എത്തിക്കുന്നു എന്ന വിവരം പോലീസിനോട് പങ്കുവച്ചിരുന്നത് പ്രിൻസിപ്പൽ തന്നെയാണ്. പക്ഷേ ഈ കുട്ടികളുടെ മൊഴികളൊക്കെ ഇങ്ങനെ പുറത്തു വരുമ്പോൾ ഇത് ഈ ഒരു സമയത്ത് മാത്രമായിരുന്നില്ല, നേരത്തെയും ഇത്തരത്തിൽ ലഹരി വ്യാപകമായിരുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? അങ്ങനെ തന്നെ കണക്കാക്കാം അഭിലാഷ്. കാരണം ഈ ഒരു ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി മാത്രമല്ല കോളേജിൽ കഞ്ചാവ് എത്തിയതെന്ന് ഈ മൊഴികളിൽ നിന്ന് വ്യക്തമാണ്. കാരണം ഓഫർ അനുസരിച്ചൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മുൻപും ഇതിൽ ആവർത്തിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകേണ്ടിയിരിക്കുന്നത്. പോലീസ് ഇതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് നമുക്ക് വരും മണിക്കൂറിൽ മനസ്സിലാകുകയും ചെയ്യും. മറ്റൊന്ന്, ഈ പ്രിൻസിപ്പലിന്റെ കൃത്യമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ. നമ്മുടെ ഈ ഭരണകൂടം, ജില്ലാ ഭരണകൂടവും സർക്കാരും എല്ലാം നിൽക്കുന്നത് ഈ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട് അതിനെ നമ്മുടെ കേരളത്തിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്ന ലഹരി മാഫിയെ അവരെ തടയിടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നീക്കമാണ്, ഒരു പദ്ധതിയാണ് സർക്കാർ പോലീസുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തികച്ചും മാതൃകാപരമായിട്ടുള്ള ഒരു നടപടി തന്നെയാണ് പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. കോളേജിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ലഹരി ഒഴുക്കുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി ഇടപെട്ട് അത് പോലീസിനെ അറിയിക്കാൻ പ്രിൻസിപ്പൽ തയ്യാറായി. അതുകൊണ്ടാണ് ആ പോലീസിന് ഇത് പിടികൂടാനും ഇവരിലേക്ക് എത്താനും ഒക്കെ സാധിച്ചത്. ഈ പൂർവ്വ വിദ്യാർത്ഥിയായ ആഷിഖും ഷരീഖും ഇവർ രണ്ടുപേരും എവിടെ നിന്നാണ് ഈ കഞ്ചാവ് അവർക്ക് ലഭിക്കുന്നത് എന്നുകൂടി ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്രോതസ്, ഇത് എവിടെ നിന്നാണ്, ഉറവിടം കണ്ടെത്തുക എന്നൊരു ലക്ഷ്യമാണ് പോലീസിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അങ്ങനെ ഉറവിടം കണ്ടെത്തി അത് നശിപ്പിക്കുക എന്നത് തന്നെയാണ് പോലീസിൻ്റെയും തീരുമാനം. ആ തരത്തിൽ ഇതിൻ്റെ അന്വേഷണം ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറിൽ കൂടുതൽ അറസ്റ്റുകളും ചോദ്യം ചെയ്യലും ഒക്കെ ഉണ്ടാകുകയും ചെയ്യും. വാർത്തയുടെ വിശദാംശങ്ങളാണ് നവമി ദിനേശ് നൽകിയത്.